ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് നമുക്ക് ഓവുലേഷൻ നടക്കുന്നത് കുറേ പേർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഓവുലേഷന്റെ ടൈം കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇത് ഓവുലേഷൻ തന്നെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുക, അങ്ങനെ കുറേ ഡൗട്ട്സുകൾ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഓവുലേഷന്റെ സിംറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാം, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓവുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെച്ചുവർ ആയിട്ടുള്ള ഒരു എഗ്ഗ് നമുക്ക് ഓവറിൽ നിന്ന് നമുക്ക് എഗ്ഗ് റിലീസ് ആവും, അതിനെയാണ് ഓവുലേഷൻ എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഓവുലേഷൻ ടൈം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫെർട്ടൈൽ ടൈം ആണ് കേട്ടോ. ഇപ്പൊ ഒരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ ഒരു പീക്ക് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ടൈമിലാണ് നമ്മൾ കൂടുതലായിട്ടും ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതലായിട്ടും പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു കാര്യങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇതാണ് നമ്മുടെ മോസ്റ്റ് ഫെർട്ടൈൽ ടൈം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഓവുലേഷൻ നടക്കുന്ന ഡേറ്റുകൾ ആദ്യം തന്നെ ഒന്ന് നോക്കാം. അപ്പോൾ ഓവുലേഷൻ നടക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സാധാരണ 28 ഡേ സൈക്കിൾ ആണെന്ന് വെക്കാം നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓവുലേഷൻ നടക്കാം. മെയിൻ ആയിട്ട് ഓവുലേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പീരീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 1ാം തീയതി നമുക്ക് പീരീഡ് ആണെന്ന് വെച്ചാൽ അതിന്റെ ഒരു 14th ഡേ എന്നാണ് നമ്മൾ പറയുക ഓവുലേഷൻ. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് മോസ്റ്റ് ഫെർട്ടൈൽ പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു 12, 13, 14, 15, 16 ആ ഒരു പീരീഡ് ആണ് കേട്ടോ. ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 11 മുതൽ ഒരു 18 വരെ ആ ഒരു വീക്കാണ് നമുക്ക് മോസ്റ്റ് ഫെർട്ടൈൽ ഡേയ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റാം. ഇനി നമുക്ക് അപ്പോൾ ഓവുലേഷൻ ഡേറ്റ് ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നമുക്ക് ഈ പീരീഡ് ഇപ്പൊ 28 സൈക്കിൾ അല്ലാത്തവർക്കുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് ഞാൻ അവസാനം പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു 28 സൈക്കിൾ ആ ഒരു ഇതിൽ നോക്കാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ഓവുലേഷൻ നടക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിക്കാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നതാണെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡി നന്നായിട്ട് അനലൈസ് ചെയ്യണം. അതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കത് എന്നാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് സിംറ്റംസ് വരുന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറച്ചൊന്ന് റേസ് ആയിട്ടിരിക്കും. സാധാരണ ഒരു നമുക്ക് ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറച്ചും കൂടി ഒരു ലൈറ്റ് ആയിട്ട് ഒരു വേരിയേഷൻ നമുക്ക് ഈ ഒരു ഓവുലേഷൻ നടക്കുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാവും. അതാണ് നമുക്ക് ആദ്യത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം കാണിക്കാനുള്ളത്. പിന്നെ നമ്മുടെ വജൈനൽ ഡിസ്ചാർജിൽ ഉണ്ടാവുന്ന കുറച്ച് മാറ്റങ്ങളാണ് ഈ ഒരു നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്. അപ്പൊ സാധാരണയായിട്ട് നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് പീരീഡ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ടൈമിലാണ് മെയിൻ ആയിട്ടും ഈ ഒരു ഡിസ്ചാർജ് ഉണ്ടാവുക. ഈ ഒരു ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എഗ് വൈറ്റിന്റെ പോലെ ആയിരിക്കും. വളരെ ഒരു ലൈറ്റ് ആയിട്ട് ഒരു തിന്നായിട്ടുള്ള ഒരു മ്യൂക്കസ് മാതിരി ആയിരിക്കും നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് കാണാം. പെയിൽ നമുക്ക് അങ്ങനെ വൈറ്റ് എന്ന് പറയല്ലേ, നമുക്ക് ഒരു കളർലെസ് ആയിരിക്കും കേട്ടോ. ശരിക്കും ഒരു ഞാൻ പറഞ്ഞല്ലോ എഗ് വൈറ്റിന്റെ പോലത്തെ, പക്ഷെ ഒരു എഗ് വൈറ്റിന്റെ അത്ര ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി, നമുക്ക് ലൈറ്റ് ആയിട്ട് ഒരു എന്താ പറയാ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ഓവുലേഷൻ നടക്കുന്ന ടൈമിലാണ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മോസ്റ്റ് ഫെർട്ടൈൽ പീരീഡ് ആ ഒരു പീരീഡാണ്. ആ ഒരു ലൂബ്രിക്കന്റ് ആണ്, നമുക്ക് ലൂബ്രിക്കന്റ് പോലെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ടൈമിലാണ് നമ്മൾ കൂടുതലായിട്ടും ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രഗ്നന്റ് ആവാൻ സാധിക്കും. മോസ്റ്റ്ലി ഒരു എന്താ പറയുക ഒരു 90% മോസ്റ്റ്ലി നമുക്ക് ഈ ഒരു ഡേയ്സുകളിലാണ് നമ്മൾ കൂടുതലായിട്ടും പ്രഗ്നൻസിക്ക് സാധ്യത ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ചും നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെർവിക്സ് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു ഓപ്പൺ അപ്പ് ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും, കുറച്ചും കൂടി ഒരു വൈഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന പോലെ തോന്നും. ഇപ്പൊ നമ്മുടെ വജൈന കുറച്ചും കൂടി സ്വെല്ലൻ ആയിട്ട് പോലെ ഒരു തോന്നലുണ്ടാവും ആ ഒരു ടൈമിലാവുമ്പോഴേക്കും. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടും ചെറിയ രീതിയിൽ ചിലവർക്ക് മാത്രം കേട്ടോ, എല്ലാവർക്കും ഉണ്ടാവുന്നില്ല, ചിലവർക്ക് മാത്രം ചെറിയൊരു വയറുവേദന പോലെ അടിവയറ്റിൽ ഒരു ചെറിയൊരു ക്രാംസ് പോലെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു മന്ത്ലി ഒരു കലണ്ടറായിട്ട് നിങ്ങൾ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ കലണ്ടറായിട്ട് നിങ്ങൾ ഒന്ന് തയ്യാറാക്കി വെക്കുക. എന്താ വെച്ചാൽ ആ ഒരു ടൈമിലാണ് നമുക്ക് അറിയാൻ പറ്റും. ഒരു 3 മാസമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഓവുലേഷൻ ടൈമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് നോക്കിയിട്ട് നമുക്ക് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന ടൈം ഏതാണെന്ന്.
ഒരു 20% വുമണിലും നമുക്ക് ചെറിയ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഓവുലേഷൻ ടൈമിൽ നമുക്ക് ഒരു നമുക്ക് ഒരു മന്തിന്റെ മിഡിലായിട്ട് ആ ഒരു പീരീഡ്സ് കഴിഞ്ഞിട്ട് ആ ഒരു 15 days ആ ഒരു ടൈമിൽ നമുക്ക് ചെറിയൊരു വയറുവേദന ഉണ്ടാവും. അപ്പൊ ഇത് നമ്മൾ കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൈം ആയിരിക്കും നമുക്ക് ഓവുലേഷൻ നടക്കുന്ന ഒരു ടൈം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞു, ഈ ബോഡി ടെമ്പറേച്ചർ മെയിനായിട്ട് നമുക്ക് ഓവുലേഷൻ നടന്ന് ആ ഒരു ടൈമിലാണ് കുറച്ചും കൂടി റേസ് ആകുക. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസിക്ക് നിങ്ങൾ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ചൂട് നമുക്ക് പീരീഡ്സ് ആവുന്നത് വരെ നെക്സ്റ്റ് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോഡി ടെമ്പറേച്ചർ വീണ്ടും കുറയും. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ബോഡി ടെമ്പറേച്ചർ കുറച്ചും കൂടി റേസ് ആയി നമുക്ക് ആ പീരീഡ്സ് കഴിയുന്ന ഡേറ്റിലും നമുക്ക് കഴിഞ്ഞ് വീണ്ടും നമുക്ക് കുറച്ചും കൂടി ലേറ്റ് ആയി നിൽക്കുക പീരീഡ്സ്. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് ബോഡി ടെമ്പറേച്ചർ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു പ്രഗ്നൻസി സൈൻ ആയിട്ട് നമുക്ക് ഇത് കണക്ക് കൂട്ടാം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഞാൻ ഇപ്പോൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു 15 days. അപ്പൊ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു ബോഡി ടെമ്പറേച്ചർ തോന്നില്ല. സെക്കൻഡ് ഹാഫിലാണ് നമുക്ക് ഈ ഒരു ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിട്ട് കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്കൊരു 1/2 degree ഒക്കെയാണ് നമുക്ക് ഈ ഒരു അല്ലെങ്കിൽ 1 degree അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ബോഡി ടെമ്പറേച്ചർ കൂടുക. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടും ഒരു ടെമ്പറേച്ചർ അനലൈസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് അതിന്റെ ചേഞ്ച് മനസ്സിലാവുള്ളൂ. ഈ ഒരു ഡിസ്ചാർജിലുള്ള ചേഞ്ചസുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു എഗ് വൈറ്റിന്റെ കൺസിസ്റ്റൻസി ആയിരിക്കും. പിന്നെ നമുക്ക് കൂടുതലായിട്ടും ഒരു സ്ലിപ്പറി പോലെ ഭയങ്കരമായിട്ട് ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മളത് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി നോക്കിയാൽ കുറച്ച് ഇങ്ങനെ ഒരു വലിയുന്ന മാതിരി നമുക്ക് തോന്നും കേട്ടോ. ആ ഒരു ടൈപ്പ് വലിയുന്ന മാതിരി കുറച്ച് തോന്നിയിട്ട് പിന്നെ അത് സ്പ്ലിറ്റ് ആവും. അങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ കൺസിസ്റ്റൻസി മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഇങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് വളരെ ഒരു തിന്നായിരിക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വളരെ തിന്നായിട്ട് നമുക്ക് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താ പറയാ ക്ലിയർ ആയിരിക്കും. ഒരു വാട്ടറി കൺസിസ്റ്റൻസി, വാട്ടറിനേക്കാളും കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. എന്താ പറയാ ചെറിയൊരു അലോവേറ ജെൽ, ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല്ലൊക്കെ എടുക്കുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ അതുപോലെ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വഴുവഴുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വജൈന കുറച്ചും കൂടി ഡ്രൈ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ ഒരു ഡിസ്ചാർജ് ഒക്കെ കുറച്ചും കൂടി ഒരു തിക്കായിരിക്കും. ഒരു എന്താ പറയാ ഒരു കേർഡ് ലൈക്ക് ഒരു കുറച്ചും കൂടി ഒരു തിക്കായിട്ട് ഒരു വൈറ്റ് കളർ ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തീരെ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ഓവുലേഷൻ പ്രിഡിക്റ്റർ ആണ്. അപ്പൊ നമുക്ക് അത് സാധാരണ നമ്മൾ പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചിട്ട് ടെസ്റ്റ് ചെയ്യില്ലേ, അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഓവുലേഷൻ പ്രിഡിക്റ്റർ കിറ്റ്. അപ്പൊ അത് നമുക്ക് നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ മെൻസസ് ഡേറ്റും അതുപോലെ തന്നെ ലാസ്റ്റ് മെൻസസ് ഡേറ്റും ഒക്കെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടും അതിൽ ഓവുലേഷൻ ഡേറ്റ് ഏകദേശം ഒരു അളവിൽ നമുക്ക് അതിൽ കാണിച്ചു തരും. പിന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ആണ്, നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ബ്രസ്റ്റിൽ ചെറിയൊരു ടെൻഡർനെസ് പോലെ ഫീൽ ചെയ്യും. നിപ്പിളിൽ ചെറിയൊരു രീതിയിൽ ടെൻഡർനെസ് ഉണ്ടാവും. ഇപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ഓവുലേഷൻ നടക്കുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് ബ്രസ്റ്റിൽ ചേഞ്ചസ് കാണാം. ഇനി പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് നമ്മുടെ ഓവുലേഷൻ എത്ര നാൾ നീണ്ടു നിൽക്കുന്നത്. അപ്പൊ ഓവുലേഷൻ നമുക്ക് ഏകദേശം ഒരു 4-5 ദിവസം വരെ നമുക്ക് ഈ ഒരു ഓവുലേഷൻ നീണ്ടു നിൽക്കും. ഇനി ഇതൊന്നും പറ്റിയില്ല, നിങ്ങൾ ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യാം. പ്രൊജസ്ട്രോൺ ഓവുലേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ല നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാനും സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഓവുലേഷൻ നടക്കുന്ന ടൈമിൽ നമുക്ക് കൂടുതലായിട്ടും സെക്സ് ഡ്രൈവ് കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെയും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഈ ഒരു ഓവുലേഷൻ നടക്കുകയാണെന്ന്. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ഇങ്ങനത്തെ ചേഞ്ചസുകളൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ നമുക്ക് ഡേറ്റും ഏകദേശം കൺഫേം ചെയ്യാൻ പറ്റും. ഒരു 3 months നിങ്ങൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്